കുറ്റി കുറച്ച് കൂടി പോയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് 250 ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടില് 4-5 പേർക്ക് കഴിക്കാം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംലീസ് ആൻഡ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പ്. അപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ചായി വന്നിട്ട് ബെറിയപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഫോൺ നാഫാക്കോ. അപ്പൊ നമ്മള് എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ആണ് കേട്ടോ. സ്ട്രോബെറി, ക്രാൻബെറി ആയിട്ട്, അതുപോലെ തന്നെ റാസ്ബെറി, പിന്നെ എന്ത് പറയാണ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എല്ലാം കൊണ്ട് ചെയ്യാം. ഇത് സ്ട്രോബെറിന്റെ ക്രഷ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ബ്ലൂബെറി ആയിരിക്കും. രണ്ട് ബ്ലൂബെറി വെറുതെ കിട്ടുന്നതിന് ബാക്കിയുള്ള ഞാൻ ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. കുറെ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് ഇതാ മ്യൂസ്ലി. കണ്ടില്ലേ, ഇതിൽ തന്നെ നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നട്ട്സ് ഉണ്ട്. പക്ഷെ നട്ട്സ് കുറേ കടിച്ചാൽ നല്ല ടേസ്റ്റ് ആവില്ല. അപ്പൊ പിന്നെ വേറെ കുറച്ച് നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. ബദാം, വാൾനട്ട്, പിസ്ത, ഈ നട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബ്ലൂബെറി, ബ്ലൂബെറിൻ്റെ ഡ്രൈ ഫ്രൂട്ട്, പിന്നെ ഇത് മാംഗോ, പിന്നെ ഇത് കിവിൻ്റെ ഡ്രൈ ഫ്രൂട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീമും വേണം, യോഗേർട്ടും വേണം കേട്ടോ. നമുക്ക് തുടങ്ങല്ലേ, ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമ്മുടെ തൈരാണ്, മിൽക്കി മിസ്റ്റിന്റെ തൈരാണ്, നല്ല തൈരാണിത്. പിന്നെ ഇത് നമ്മളെ OHP ഷീറ്റ് ഒന്ന് മടക്കി വെച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്, റൗണ്ട് ആക്കിക്കൊണ്ട് ചെയ്തതാണ്. നമ്മളന്ന് പുൾമിയപ്പൊക്കെ ചെയ്തില്ല, അത്രക്ക് റൗണ്ട് വേണ്ട, ചെറിയൊരു റൗണ്ട് മതി. അപ്പൊ അതും റെഡിയാണ്. ഇരിക്കുന്നില്ലേ പറച്ചോനെ, ഈ സൈഡ് വെക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ എന്നാ ഷബ, റെഡി? അപ്പൊ ആദ്യം നമുക്ക് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. യോഗേർട്ടും ഇടാൻ പറ്റില്ലല്ലോ പറച്ചോനെ, വാങ്ങിയിട്ട് 2-3 ദിവസമായി, ഒരു കുഴപ്പമില്ല. യോഗേർട്ടും പിന്നെ കണ്ടില്ല എന്താ ഉഷാറ്, നല്ല അടിപൊളി യോഗേർട്ട്. അപ്പൊ അത് നമുക്കൊരു 2 ടീസ്പൂണാണ്, 2 ടീസ്പൂൺ മതി. നല്ല പുളി വേണമെന്നുള്ളവർക്ക് കുറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്ട്രോബെറിൻ്റെത് അതുപോലെ തന്നെ 2 ടീസ്പൂൺ മതിയാവും. അപ്പൊ ഇതൊരു ലൈറ്റ് കളറായിരിക്കും കേട്ടോ. ഇതെന്താണ് മിക്സ് ആവാൻ? അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, അത് മിക്സ് ചെയ്യാൻ വേണ്ടി. ഷബ അവിടെ ഭയങ്കര മിക്സിംഗ് ആണ്, സൗണ്ട് ഒന്ന് കുറക്ക് ഷബ. അപ്പൊ ആദ്യം നമുക്ക് മ്യൂസ്ലി തന്നെ ഇതിൽ തന്നെ തുടങ്ങാം കേട്ടോ. ചിലരൊക്കെ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, ഇതില്ലാന്നുണ്ട് ഗ്ലാസ് വെച്ച് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം ഇതിടാം. നമുക്ക് ഗ്ലാസ്സിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് വാങ്ങാൻ കിട്ടും തോന്നുന്നു. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മ്യൂസ്ലി തന്നെ തുടങ്ങാം. സ്പൂൺ എടുക്കാം, കൈ ശരിയാവില്ല. നീ പോണത് ഇതിന് ജീവനുണ്ടോ? എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ല യോഗേർട്ടും പിന്നെന്താ സ്ട്രോബെറി ക്രഷും കൂടെ അതും ആഡ് ചെയ്യാം. അപ്പൊ അതുമായി അടുത്ത് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം വാൾനട്ട് കുറച്ചിടാം, പിന്നെ കുറച്ച് ബദാം, പിന്നെ കുറച്ച് പിസ്ത, നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. നമുക്ക് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യും. ഐസ്ക്രീം ഇങ്ങനെ കട്ടിയായിട്ടൊന്നും വേണമെന്നില്ല കേട്ടോ, ഇങ്ങനെ വെള്ളം പോലെ ആയാലും മതി. കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതാണ്.
സൈഡിലൊന്നും ആക്കാതെ സൈഡിലൊക്കെ ആയി. നമുക്ക് കുറച്ചുകൂടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതൊക്കെ ഇത്ര അധികം വേണമെന്നൊന്നുമില്ല. ശരിക്കും ഈ ഒരൊറ്റ മ്യൂസ്ലിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. അത് കട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിയും യോഗേർട്ട് അത് ഇച്ചിരി കൂടെ യൂസ് ചെയ്യും. ഇതിന് ശരിക്കും 250 ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ നമുക്ക് 250 ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ 4-5 പേർക്ക് കഴിക്കാം. പ്ലെയിൻ ആയിട്ട് കുറച്ച് സ്ട്രോബെറി ശരിക്കും ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവും. ഞാന് ശരിക്കും പ്രതീക്ഷിച്ചത് ഞാൻ ഫ്രഷ് ഒഴിക്കുമ്പോ ഐഡിയ അറിഞ്ഞിട്ട് കുറച്ച് കട്ടിൽ ഐസ്ക്രീം അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഐസ്ക്രീം എടുത്തോണ്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഞങ്ങൾക്ക് നിർത്തി തരാം. കട്ടിൽ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാട്ടോ. വേഗം ഒഴിച്ചൂടെ? ഇത് ഐഡിയ അല്ലേ വന്നത്, ഞാനല്ലേ പറഞ്ഞു. ഉദ്ദേശിച്ച പോലെ വരും കേട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ. ഇനി നമുക്ക് വേണം കുറച്ചുകൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബെറിയപ്പ് റെഡി ആയിട്ടാ. അപ്പൊ നമ്മള് ഫുള്ള് ചെയ്യാൻ പോവാണ്. വരെയും മല്ലിയേ എന്താവും നോക്കാം. അല്ലെങ്കിൽ സാനിയ ചാടിയോ ഇവിടെ എത്തിയില്ല, അവിടേക്ക് നിന്ന് ഇമ്മ വാവൂന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മള് ഫുള്ള് ചെയ്യാൻ പോവാട്ടാ. ഞങ്ങളത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. 250 രൂപ ഒന്നും ആയിട്ടില്ല കേട്ടോ. ആ സ്പൂൺ എടുക്കൂട്ടി. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യും, നിങ്ങളെല്ലാവരും നോക്കി നോക്കും. എന്നാൽ ഞാൻ കഴിക്കാൻ പോവാണ്. അത് പൊടി ഇടരുത്. മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ കൂടി. മിക്സ് ചെയ്യാതെ എല്ലാവരും കേട്ടോ, മിക്സ് ചെയ്യാതെ മിക്സ് ആയിക്കണ്ടടി. മുടിയല്ല, ഡ്രൈ ഫ്രൂട്ടാണ്. പൊടി കൊടുക്കുന്നത്. എന്നതാ ഒന്നുകൂടെ കഴിക്കണേ. അവർ നടിമാരൊക്കെ കഴിക്കണം, അതിൽ കഴിക്കണം. അടിപൊളി അടിപൊളിയല്ലേ? ഞാനിപ്പോൾ പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട് പോലെയാണെന്നൊന്നും പറയാൻ നമ്മൾക്ക് നമ്മളത് കഴിച്ചിട്ടില്ല. കൊറേ ദിവസമായി ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കഴിക്കണാണ്. അന്ന് തൊട്ട് വിചാരിച്ചു അതൊന്ന് കഴിച്ചു നോക്കണം. എന്നാലും അവിടെ വരെ പോകാൻ കഴിയും. അങ്ങനെ അടിപൊളിയാണ്. കേട്ടില്ല? സ്ട്രോബെറി, ബ്ലൂബെറി, ഡ്രൈ ഫ്രൂട്ട് അല്ലേ? ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബ്ലൂബെറിന്റെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും. സ്ട്രോബെറി യെലോസ് വേണമെങ്കിൽ അതുപോലെ തന്നെ. പിന്നെ മ്യൂസ്ലി അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അതില് മതി. കേട്ടില്ലേ? നമ്മുടെ ഗുരു പറയുന്നത് കേട്ട പോലെ ഗുരു. അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. എന്താ പറയുന്നത്, ഇതെന്താന്ന് വെച്ചാല് കുക്കിംഗ് ഇല്ല, ബേക്കിംഗ് ഇല്ല, ഒന്നുമില്ല. അതൊക്കെ കൂടെ എടുത്തുകൊണ്ടാണ് മിക്സ് ചെയ്താണ്ട് കഴിക്കുക. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായം പറയണം. ഡെസേർട്ടായിട്ട് പാർട്ടിക്കൊക്കെ പെട്ടെന്ന് വേറെ എല്ലാ ഡെസേർട്ട് നമ്മള് പുഡിങ്ങിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അല്ലേ? അത് ഉണ്ടാക്കാനും കുറെ ടൈം എടുക്കും. അതൊക്കെ വളരെ ഇഷ്ടം. എന്തായാലും സംഭവം ഞാൻ വിചാരിച്ചതിലും ഉഷാറാട്ടോ. എനിക്ക് അത്ര മധുരം ഇഷ്ടമുള്ള ആളൊന്നല്ല, തന്നെ ആയാലും അത്ര ഇഷ്ടമുള്ള ആളൊന്നല്ല. പക്ഷെ സംഭവം ഇതിലാണ് അടിപൊളിയാണ്. നമ്മുടെ സ്പൂൺ കൂടി കഴിച്ചിട്ട് നോക്കിയാൽ തരണില്ല. കണ്ടാ
അവള് ആദ്യം ഇത് തുടങ്ങുമ്പോ എന്താ പറയാ പറഞ്ഞത്, ഇത് കണ്ടപ്പോഴേ ഫ്രൂട്ട് ബേത്തെ ആ വീഡിയോ കണ്ടതിന്റെ ആ ഒരു ഇത് പോയി എന്നാ ഇവള് പറഞ്ഞത് കേട്ടോ. അപ്പൊ ചോദിച്ചിട്ട് തരണില്ല. അപ്പൊ ആ നട്സ് അടിപൊളിയാണ്. അപ്പൊ പറഞ്ഞ പോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇനി അടുത്ത ദിവസം കാണാം. വേറെ എല്ലാ റെസിപ്പി ആയിട്ടൊക്കെ വരണം, നോമ്പൊക്കെ വരുന്നത്. അപ്പൊ ശരി എന്നാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്ത് കമന്റ് പറയാം. ഈ വന്നോ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ എന്നാ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.